1987 മുതൽ ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. SIR തയ്യാറാക്കുമ്പോൾ എൻ്റെ പേര് ചേർക്കാൻ സാങ്കേതികമായി കഴിയുന്നില്ല എന്ന വിവരമാണ് ഞെട്ടിക്കുന്നതായിട്ട് എൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. 1984 എൻ്റെ കന്നി വോട്ട്. 1989 മുതൽ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് പാർലമെന്റിലേക്കാവട്ടെ, നിയമസഭയിലേക്കാവട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാവട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. 50 കൊല്ലത്തിനോടടുക്കുന്നു എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട്. എനിക്ക് നിയമപരമായി വോട്ട് ചേർക്കാൻ വേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് SIR എത്ര അശാസ്ത്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് പ്രകടമാണ്. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കാണുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. 2002 ID കാർഡ് എൻ്റെ കൈവശമുണ്ട്, ഇലക്ഷൻ ID കാർഡ്. ID നമ്പർ കൊടുത്തിട്ടുണ്ട്. തിരുവല്ല നിയോജകമണ്ഡലത്തിലെ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിൽ അതുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചിട്ട് പേര് കാണുന്നില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഞാൻ അത് സംബന്ധിച്ച് PROയ്ക്ക് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. PROയുടെ പരാതി തീർച്ചയായും ചീഫ് ഇലക്ടറൽ ഓഫീസറായ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധി എന്നൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അതിൻ്റെ പരാതി കൊടുക്കും. 5 തവണ MLA ആയി, 6 തവണ മത്സരിക്കുകയും 5 തവണ MLA ആകുകയും 1 തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്ത് എനിക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ ജനാധിപത്യ ക്രമത്തിൽ നീതിപൂർവമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് എനിക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുക.